الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد وبه نستعين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. عباد الله، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. صدق الله. ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും പരിപാലകനും മനുഷ്യരെ ലോകത്തേക്ക് പ്രതിനിധിയായി നിയോഗിച്ച നാഥനുമായ അള്ളാഹുവിന്റെ തിരുവരുളപ്പാടുകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. അതിന്റെ വിശദീകരണങ്ങൾ അള്ളാഹുവിന്റെ ദൂതനായ റസൂലായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുവചനങ്ങളിലുമുണ്ട്. ഇത് രണ്ടുമാണ് നമ്മളെ സന്മാർഗത്തിലേക്ക് വഴി നടത്തുന്നത്. ശരിയായ നിർദ്ദേശങ്ങൾ ഇത് രണ്ടിൽ നിന്നും യഥാവിധി മനസ്സിലാക്കി ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്ന്, ആ വിഷയത്തിൽ സമ്പൂർണമായ തഖ്വ കാത്തു സൂക്ഷിക്കണമെന്നും എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളിലും മുഖ്ലിസുകളിലും ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും അബദ്ധങ്ങളും മറവികളും അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതം അള്ളാഹുവിന്റെ നിയമ വ്യവസ്ഥകൾക്കുള്ളിൽ നിന്ന് ജീവിച്ച് നാഥന്റെ തൃപ്തി നേടിയെടുക്കുവാൻ അവൻ നമ്മെ തുണയ്ക്കുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചയച്ചത് മനുഷ്യന് മാത്രമുള്ള ഒരു പ്രത്യേക സംവിധാനത്തിലൂടെയാണ്. ആ സംവിധാനത്തിനാണ് കുടുംബം എന്ന് പറയുക. അതായത് കുടുംബം എന്നുള്ളത് മനുഷ്യനുണ്ടാക്കിയ ഒരു സംവിധാനമല്ല, അള്ളാഹു നേരിട്ട് സംവിധാനിച്ച ഒരു വ്യവസ്ഥയാണ് എന്ന് സാരം. പലരും മനസ്സിലാക്കിയിട്ടുള്ളത്, പലരും എന്ന് പറഞ്ഞാൽ യുക്തിയും ശാസ്ത്രവുമൊക്കെയാണ് ആത്യന്തികമായി ശരിയെന്ന് മനസ്സിലാക്കി ആളുകളുടെ വിചാരമനുസരിച്ച് ഭൂമിയിൽ എവിടെ നിന്നോ എപ്പോഴോ ജീവനുണ്ടായി അതിൽ നിന്നും ഏകകോശ ജീവിയും ബഹുകോശ ജീവിയും രൂപപ്പെട്ട് പരിണാമത്തിലൂടെ കാട്ടുജാതിക്കാരനായ മനുഷ്യനുണ്ടായി അവൻ നാഗരികനായി മാറി അതിന്റെ വഴിയിൽ എപ്പോഴോ കുടുംബം രൂപപ്പെട്ടതാണ്. പക്ഷെ അങ്ങനല്ല. ഭൂമിയിൽ മനുഷ്യവംശം
ഉണ്ടാകുന്നത് തന്നെ ഒരു കുടുംബമായിട്ടാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ആദ്യത്തെ കുടുംബത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. തിരുവരുളപ്പാടുകളാണെന്നും ശരി, യുക്തിക്ക് പരിമിതിയുണ്ട്, പരിധിയുണ്ട്. മനുഷ്യന്റെ യുക്തി കൊണ്ട് എത്രയൊക്കെ ആലോചിച്ചാലും അതൊന്നും 100% ശരിയാവുകയും ഇല്ല. നമുക്ക് ആശ്രയിക്കാനാവുക അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിച്ച ദിവ്യ സന്ദേശങ്ങൾ, വഹയികൾ മാത്രമാണ്. ആ വഹയിൽ അള്ളാഹു നമ്മളോട് ലോകത്തിലെ ആദ്യത്തെ കുടുംബത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആദം ഹവ്വ എന്നാണ് ഈ കുടുംബത്തിലെ ഉമ്മയുടെയും ബാപ്പയുടെയും ഒക്കെ പേര് നമ്മളറിയാതെ. അതിൽ നിന്നിട്ടാണ് മനുഷ്യവംശം രൂപപ്പെട്ടത്. ഞാൻ നിങ്ങൾക്ക് മുമ്പാകെ ഓതി വെച്ച സൂറത്തുൻ നിസായിലെ 1-ാമത്തെ ആയത്ത്, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, അല്ലാഹു ലോകത്തെ മുഴുവൻ മനുഷ്യരെയും സംബോധന ചെയ്ത് പറയാണ്. മനുഷ്യരെ, ഇത്തഖൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, ഒറ്റ നഫ്സിൽ നിന്ന് ഒരു ശരീരത്തിൽ നിന്ന് നിങ്ങളെ പടച്ച നിങ്ങളുടെ രക്ഷിതാവിനെ, റബ്ബിനെ, നിങ്ങളെ പടക്കുക മാത്രമല്ല, ആ നാഥനാണ് ഇപ്പോൾ നിങ്ങളെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ പടച്ചിട്ട് നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചോ എന്ന് പറഞ്ഞു വിടുകയല്ല ചെയ്തത്. ആ നാഥൻ നിങ്ങളുടെ റബ്ബാണ്, പരിപാലകനാണ്, ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടുന്നതൊക്കെ തന്നുകൊണ്ടിരിക്കുന്നവനാണ്. അങ്ങനെയുള്ള നിങ്ങളുടെ നാഥനെ നിങ്ങൾ സൂക്ഷിക്കണം, തഖ്വ ചെയ്യണം. അവന്റെ കൽപ്പനകൾക്ക് വിധേയമായിട്ട് മാത്രമേ നിങ്ങൾ നിങ്ങളുടെ ഏത് ജീവിതത്തിന്റെ ഏത് സംഗതിയും കൊണ്ടുപോകാവൂ. ഇത്തഖൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, കഴിഞ്ഞില്ല, വഖലഖ മിൻഹാ സൗജഹാ, ആ ഒറ്റ നഫ്സിൽ നിന്നിട്ടാണ് അവൻ ആ നഫ്സിന് വേണ്ടുന്ന ഇണയെ പടച്ചത്. ആദമിൽ നിന്നാണ്, അല്ലെങ്കിൽ ആദമിന്റെ ആ സത്തയിൽ നിന്നിട്ടാണ് അള്ളാഹു ആദമിന്റെ ഇണയെ പടക്കുന്നത്. ഈ ആദമിൽ നിന്നും അള്ളാഹു സൃഷ്ടിച്ച ആദമിന്റെ ഇണയും കൂടിച്ചേർന്നു. വബസ്സമിൻഹുമാ, ഈ രണ്ടിന്റെയും സങ്കരത്തിൽ നിന്ന് റിജാലൻ കസീറൻ വനിസാഅ, ധാരാളം ആണുങ്ങളെയും പെണ്ണുങ്ങളെയും അള്ളാഹു ഭൂമിയിൽ പരത്തിന്നാണ്. അപ്പോ ആദമിൽ നിന്നും ഹവ്വായിൽ നിന്നും, ആദ്യത്തെ ദമ്പതികളിൽ നിന്ന്, ആദ്യത്തെ കുടുംബത്തിൽ നിന്നിട്ടാണ് ലോകത്ത് മനുഷ്യവംശം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഏതൊരു അള്ളാഹുവിനെ മുൻനിർത്തിയാണോ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചോദിക്കുകയും ആവശ്യപ്പെടുകയും പ്രാർത്ഥിക്കുകയും അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്, ആ നാഥനെ നിങ്ങൾ തഖ്വ ചെയ്യണം. 2 വട്ടം അള്ളാഹുവിടെ തഖ്വയെ കുറിച്ച് പറഞ്ഞു വരുന്നത്. 2 തഖ്വ അള്ളാഹിനെ കുറിച്ച്. മൂന്നാമതൊരു തഖ്വ വൽ അർഹാം, നിങ്ങൾ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അർഹാം, റഹ്മിൽ നിന്നും രൂപപ്പെട്ടു വന്ന, റഹ്മ് എന്ന വാക്കിന്റെ അർത്ഥം ഗർഭപാത്രം എന്നാണ്. ഈ ഗർഭപാത്രത്തിൽ നിന്നും രൂപപ്പെട്ടു വരുന്ന ഒരു ബന്ധമുണ്ട്, രക്തത്തിന്റെ ബന്ധം, ഉടപ്പിറപ്പുകൾ എന്ന് നമ്മൾ പറയുന്ന ബന്ധം, തന്റെ സഹോദരിയായി മാറിയ ബന്ധം, തന്റെ സഹോദരൻ എന്നുള്ള നിലയ്ക്ക് ഒരാണ് മാറിയ ആ ഒരു ബന്ധം, ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും പിരിങ്കുണ്ടായ ആളുകൾ, ഇതാണ് റഹ്മ് എന്നുള്ള സംഗതി. ഈ ഗർഭപാത്ര ബന്ധത്തെ, ഇതിനെയാണ് ഖുർആൻ അർഹാം, അതിലൂടെ ഉണ്ടാകുന്ന അതിന്റെ തരം പിരിവുകൾ ഉണ്ടല്ലോ, അതിന്റെ ഉൾപിരിവുകളും അതിന്റെ തുടക്കവും ഒക്കെ. ഒരു കുടുംബം അങ്ങനെ രൂപപ്പെടുന്നു, ഒരു വലിയ ഫാമിലി അങ്ങനെ രൂപപ്പെടുന്നു. ഇതൊക്കെ നിങ്ങൾ സൂക്ഷിക്കണം. അതിലൊക്കെ നിങ്ങൾക്ക് ചില കടപ്പാടുകളുണ്ട്, ചില ബാധ്യതകളുണ്ട്, ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, ചില മര്യാദകളുണ്ട്. ഇത് പാലിച്ചു വേണം നിങ്ങളുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ. അള്ളാഹുവിനോടുള്ള തഖ്വയെ സംബന്ധിച്ച് അള്ളാഹു പറയുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെ പറയുന്നു, മനുഷ്യന്മാരോടുള്ള കടപ്പാട് ഇസ്ലാം എവിടെയും പല സ്ഥലത്തും പറയുന്നുണ്ടെങ്കിലും ഈ ആയത്തിൽ എന്താ പറഞ്ഞു വെക്കുന്നത്, അതിനൊക്കെ അപ്പുറത്ത് നിങ്ങളുടെ രക്തബന്ധത്തിനോടുള്ള നിങ്ങളുടെ കടപ്പാടുണ്ട്, നിങ്ങളുടെ കുടുംബത്തോടുള്ള നിങ്ങളുടെ കടപ്പാടുണ്ട്. അത് നിങ്ങൾ തഖ്വയോടുകൂടി പാലിക്കേണ്ട സംഗതിയാണ്. ചോദ്യം ചെയ്യപ്പെടുമെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. തഖ്വ ഇല്ലാത്തവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. അപ്പൊ അള്ളാഹുവിനോടുള്ള തഖ്വ പാലിക്കുക എന്നുള്ളത് മാത്രമല്ല, കുടുംബ ബന്ധത്തോടുള്ള തഖ്വയും പാലിക്കുന്നതിന്
അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മളെ അറിയിക്കുന്നുണ്ട്. അപ്പോ മനുഷ്യൻ എന്നുള്ളത് സംഗതി നമ്മൾ പറഞ്ഞു വന്നത്, മനുഷ്യൻ എന്നുള്ളത് അള്ളാഹു, മനുഷ്യന്റെ കുടുംബം എന്നുള്ളത് അള്ളാഹു സംവിധാനിച്ച ഒരു സംവിധാനമാണ്. ഭൂമിയിൽ മനുഷ്യനെ അള്ളാഹു സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോ ഈ ഒരു സംവിധാനം അള്ളാഹു എന്തിനാണ് ഉണ്ടാക്കിയത്? അള്ളാഹ്ക്ക് വേണമെങ്കിൽ കുറെ മനുഷ്യന്മാരെ ഒന്നിച്ചിങ്ങനെ പടച്ചുവിടാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഈ കാണുന്ന ഈ അണ്ഡകടാഹത്തിൽ കാണുന്ന കോടിക്കണക്കിന് ഗാലക്സികളും അതിലുള്ള അതിനേക്കാൾ കോടിക്കണക്കിനുള്ള നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെയായി ഒന്നിച്ചിങ്ങനെ ഉണ്ടാക്കിയ അള്ളാഹുവിന് ഭൂമിയിൽ വേണമെങ്കിൽ ഒരേ സമയത്ത് കുറെ മനുഷ്യന്മാരുണ്ടാക്കാൻ അത്ര വലിയ പാടൊന്നുമില്ല. മനുഷ്യനേക്കാളൊക്കെ വലിയ സൃഷ്ടികളെ അള്ളാഹു ആവോളം പടച്ചിട്ടുണ്ട്. അൻതും അശദ്ദു ഖൽഖൻ അമിസ് സമാഉ, നിങ്ങളാണോ ബലിഷ്ഠർ അതല്ല ആകാശമാണോ? അള്ളാന്റെ ഒരു ചോദ്യമാണ്. മനുഷ്യരെ, നിങ്ങളാണോ ശക്തർ അതല്ല ആകാശമാണോ? ആകാശം 7 ആകാശത്തെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്. അള്ളാഹു ആകാശത്തെ പടച്ചത് 7 എണ്ണമായിട്ടാണ്. ഭൂമിയും ആകാശവും ഒക്കെ ഒട്ടിച്ചേർന്ന് ഒന്നായിരുന്നു. നാം അതിനെ പിളർത്തി പലതാക്കി, പല ഗ്രഹങ്ങളും പല ആകാശങ്ങളും പലതുമാക്കി ഇങ്ങനെ മാറ്റി തീർത്തതിനെ കുറിച്ച് അള്ളാഹു പറയുമ്പോ പ്രപഞ്ചത്തിൽ പടച്ചു തമ്പുരാന്റെ സൃഷ്ടിപ്പിന്റെ അനേക കോടി എണ്ണത്തെ ഒരേ തരത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ മനുഷ്യനെ അത് അവിടെ സൃഷ്ടിക്കുന്നത് ഈ പറഞ്ഞ കുറെ എണ്ണമായിട്ടില്ല. 7 മനുഷ്യനെ അല്ല 7 ആകാശത്തെ സൃഷ്ടിച്ചതുപോലെ അള്ളാഹു സൃഷ്ടിച്ചത്. കോടിക്കണക്കിന് ഗ്രഹങ്ങളെ സൃഷ്ടിച്ചതുപോലെ കോടിക്കണക്കിന് മനുഷ്യന്മാരെ ഒന്നിച്ചല്ല അള്ളാഹു സൃഷ്ടിച്ചത്. മറിച്ച് രക്തബന്ധത്തിന്റെ ബന്ധം അവിടെ കൊടുക്കുകയാണ്. ഒരൊറ്റ ആദമിൽ നിന്ന്, ആ ആദമിന്റെ ഒരൊറ്റ ഇണയിൽ നിന്ന്, അവിടെ നിന്നാണ് പിന്നെ മനുഷ്യരുടെ എണ്ണം ഭൂമിയിലേക്ക് ഇങ്ങനെ വളർന്നു വന്ന് വിവിധ കുടുംബങ്ങളിലായി. ആ കുടുംബങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളുടെ പിന്നെ മക്കൾ, അവരുടെ മക്കൾ, ഇങ്ങനെ ഒരു പ്രത്യേക സംവിധാനത്തിലൂടെ അള്ളാഹു മനുഷ്യൻ ഭൂമിയിൽ ആ ഒരു രീതിയിൽ ഉണ്ടായാ മതി എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് മനുഷ്യന്മാർ തമ്മിൽ ഭൂമിയിൽ ഒരു നല്ല ബന്ധം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. കലഹിക്കുന്നുയും എന്നാണല്ലോ ഈ മനുഷ്യരെ സംബന്ധിച്ച് മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ സമയത്ത് മലക്കുകൾ പറഞ്ഞൊരു വലിയ പരാതി. എന്തിനാണ് അള്ളാഹുവെ രക്തം ചിന്തുന്ന, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന കുറെ സൃഷ്ടികളെ എന്തിനു നീ സൃഷ്ടിക്കാൻ പോകുന്നു? അപ്പൊ ഇവിടെ മലക്കുകളുടെ പരാമർശം തെറ്റായ പരാമർശമൊന്നുമല്ല, നമ്മളത് കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ഇന്നലെ ഇസ്രയേലിലെ ആരക്സ് പത്രത്തിലെ പ്രമുഖനായ ഒരു UN നിരീക്ഷകൻ എഴുതിയ ഒരു വാർത്തകൾ വായിച്ചിട്ടുണ്ടാവും. അൽമവാസി ക്യാമ്പ് ഏറ്റവും സുരക്ഷിതമായിട്ട് ഇസ്രായേൽ ഫലസ്തീനികൾക്ക്, ഗസയിലെ ആളുകൾക്ക് താമസിക്കാൻ വേണ്ടി നിശ്ചയിച്ചു കൊടുത്ത സ്ഥലമാണ് അൽമവാസി എന്ന് പറഞ്ഞ മണൽ പ്രദേശം. അവിടെ കുടിയേറിയ സ്വസ്ഥമായിരിക്കും ജീവിതം, അവിടെ സുരക്ഷിതമായിരിക്കും എന്ന് കരുതിയിരുന്ന പാവങ്ങൾക്ക് മേലെ 80ഓളം ബോംബാണ് ഇസ്രായേൽ കൊണ്ടുപോയിട്ടത്. അവിടെ അതിനെക്കുറിച്ച് ആവിയായി പോയി എന്നാ പറഞ്ഞ ആ മനുഷ്യർ ആവിയായി പോയി, അവരുടെ മൃതശരീരത്തിന്റെ ഭാഗങ്ങൾ പോലും. അപ്പോ അള്ളാഹുവിനോട് മലക്കുകൾ പറഞ്ഞത് ശരിയാണ്. എന്തിനാണെന്നാ ഈ രക്തം ചിന്തുന്ന മനുഷ്യന്മാർ ലോകത്തേക്ക് ഇങ്ങനെ പടക്കാൻ പോകുന്നത്? പക്ഷെ അള്ളാഹു അപ്പോഴും നമ്മളോട് ഓർമ്മപ്പെടുത്തും, മനുഷ്യരെ, നിങ്ങൾ ഇങ്ങനെ കലഹിക്കേണ്ടവരല്ല, നിങ്ങളൊരു കുടുംബമാണല്ലോ. ഒരു കുടുംബത്തിന്റെ സംവിധാനത്തിൽ നിന്നാണല്ലോ, ആ ഒരു കടലയിൽ നിന്നിട്ടാണല്ലോ നിങ്ങൾ ഇങ്ങനെ രൂപപ്പെട്ടു വന്നത്. നിങ്ങൾക്കിടയിലുള്ളത് രക്തബന്ധാണല്ലോ. ഒരു ഉമ്മയുടെയും ഒരു പിതാവിന്റെയും അല്ലെ ഒരു പാപ്പയുടെയും ആ ഒരു രക്തമാണ് നിങ്ങളിൽ ഒഴുകുന്നത്. അപ്പൊ കുടുംബത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഇങ്ങനെ വിശുദ്ധ ഖുർആന്റെ വരികളിലൂടെ ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ്. അപ്പോ അവന്റെ കുടുംബത്തെ ശരിക്കും പരിഗണിച്ചു കഴിഞ്ഞാൽ അവനൊരു വ്യക്തിയായി, അതിലൂടെ രൂപപ്പെട്ടു വരുന്ന വ്യക്തിയിലൂടെ, കുടുംബത്തിലൂടെ ഒരു സമൂഹം, ഒരു നല്ല സമൂഹം എങ്ങനെ രൂപപ്പെട്ടു വരും? ആ സമൂഹമാണ് നമ്മളുടെ നാടിന്റെ ഉയർച്ചയിലും പുരോഗതിയിലും ഒക്കെ വലിയ പങ്ക് വഹിക്കാൻ കഴിയുന്നത്. ആ കുടുംബത്തിന്റെ മഹത്വം നമ്മൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ, കുടുംബ സംവിധാനത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിലൂടെ ഇല്ലാതാകുന്നത് ലോകത്ത് നിന്ന് നമ്മൾ കാണുന്ന ഉദാഹരണം പോലെ മനുഷ്യത്വം എന്നുള്ള സംഗതിയാണ് ഇല്ലാതാവുക. ഒരു നാടാണ് പറ്റ തകർന്നു പോവുക, ലോകമാണ് ഇല്ലാതാവുക. പരസ്പരം ആളുകളുടെ തലയിലേക്ക് കൊണ്ടിടാനായിട്ട് അണുബോംബുകൾ ഒരുക്കി കാത്തിരിക്കുന്ന വൻശക്തികളുടെ കയ്യിലാണ് ബോംബുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഭൂമി തന്നെ ബാക്കിയുണ്ടാവില്ല എന്ന് സാധാരണ പറയാറുണ്ടല്ലോ. അപ്പോ ഇതൊക്കെ സംഭവിക്കുന്നത് രക്തബന്ധത്തെ മനുഷ്യൻ വില കുറച്ച് കണ്ടതുകൊണ്ടാണ്. 2 കൊറിയകളെ നമ്മൾ വായിച്ചിട്ടുണ്ടാവും. ഒന്നായി കിടന്നിരുന്ന നാടാണ്
ലോകത്തെ ഏറ്റവും വലിയ ശത്രുക്കളാണെന്നവർ. ഇന്ത്യയും പാകിസ്ഥാനും ഒരുമിച്ച് നിന്ന രാജ്യമായിരുന്നു. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ശത്രുക്കളാണ് അവർ. അപ്പൊ ഏറ്റവും അടുത്ത ആളുകളുടെ അകൽച്ച എന്നുള്ളത് ഏറ്റവും വലിയ ശത്രുതയിലേക്കാണ് പോകുന്നത്. അങ്ങനെ ശത്രുതയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനവിടെ ഇല്ലാതാകും, നാടില്ലാതാകും, ചോരപ്പുഴകൾ ഒഴുകും. അള്ളാഹു മനുഷ്യനോട് നിർദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഈ കുടുംബഘടനയെ ശിഥിലമാക്കുന്ന പ്രവർത്തനങ്ങളിൽ നമ്മൾ മാറി നിൽക്കണം. കുടുംബഘടനയെ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിലേക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ കുടുംബഘടന അശാന്തിയിലേക്ക് പോവാതെ അതിന്റെ സ്വസ്ഥത നിലനിർത്തിക്കൊണ്ട് ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുള്ളതാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വെറും ഒരു നിർദ്ദേശം മാത്രമല്ല അള്ളാഹു ഈ വിഷയത്തിൽ തരുന്നത്, അതിനു വേണ്ടുന്ന കൃത്യമായ ധാരാളം നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ വിശുദ്ധ ഖുർആനില് അള്ളാഹു നൽകുന്നുണ്ട്. വിശുദ്ധ ഖുർആന്റെ ഒരു പ്രത്യേകത നമുക്ക് കാണാം. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നിയമങ്ങൾ പറയുമ്പോൾ അടിസ്ഥാന നിയമങ്ങൾ മാത്രമാണ് ഖുർആൻ പറഞ്ഞു പോവുക. ലോകത്തുള്ള മുഴുവൻ പ്രശ്നങ്ങളെയും ചർച്ച ചെയ്ത് എല്ലാത്തിന്റെയും വിശദരൂപങ്ങൾ അവതരിപ്പിക്കുന്ന രീതി ഖുർആനില്ല. നമുക്കറിയാം, നിസ്കാരത്തെ കുറിച്ച് പറയാറുണ്ട്. നിസ്കാരവും ഉളൂവും പിന്നെ നോമ്പും ഹജ്ജും സക്കാത്തും ഒക്കെ അള്ളാഹു പറഞ്ഞു വെക്കുമ്പോ ഇതിന്റെയൊക്കെ അടിസ്ഥാന നിയമങ്ങൾ മാത്രമാണ് പറയുക. അപ്പൊ നിസ്കാരത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. 5 നേരത്തെ നിസ്കാരത്തെ കുറിച്ച് ഖുർആനിൽ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ നോക്കൂ, അതുപോലെ നിങ്ങൾ നിസ്കരിക്കുന്നതാണ്. നിസ്കാരം നമ്മൾ പഠിക്കുന്നത് ഖുർആനിൽ നിന്നല്ല. നിസ്കാരം നമ്മൾ പഠിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളിൽ നിന്നിട്ടാണ്. ഹജ്ജിന്റെ വേളയിൽ സഹാബികളെ കൂട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെത്തിയപ്പോ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറയുന്നുണ്ട്, തന്റെ ഒട്ടകപ്പുറത്തിരുന്ന റസൂൽ പറയുന്നു, ഖുദൂ അന്നീ മനാസിക്കക്കും, എന്നെ നോക്കിയിട്ട് നിങ്ങൾ ഹജ്ജ് എങ്ങനെയാണെന്ന് പഠിക്കൂ. ഹജ്ജ് ചെയ്യണമെന്ന് ഖുർആനിലുണ്ട്, പക്ഷെ ഹജ്ജിന്റെ വിശദ രൂപങ്ങൾ ഖുർആനിൽ കാണാൻ കഴിയുന്നില്ല. ഇങ്ങനെ ഓരോ കർമ്മങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ കർമ്മങ്ങളിലേക്ക് വിശദ രൂപങ്ങൾ ഒരിക്കലും നമുക്ക് ഖുർആനിൽ കാണാൻ കഴിയുന്നില്ല. പക്ഷെ കുടുംബത്തിന്റെ നിയമങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനില് വളരെ വ്യക്തമായി പറഞ്ഞു വെക്കുന്നുണ്ട്. ആരാധനാ കർമ്മങ്ങളുടെ വിശദീകരണങ്ങൾ നൽകാത്ത ഖുർആൻ കുടുംബ ബന്ധത്തെ മനുഷ്യൻ ഏത് നിലയ്ക്ക് കൊണ്ടുപോകണമെന്നതിന്റെ നിയമങ്ങൾ ആയത്തുകളിൽ തന്നെ നസ്സുകളായി, ടെക്സ്റ്റുകളായി പറയുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. അത് ആ ബന്ധത്തിന്റെ പവിത്രതയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. സഹോദരങ്ങളെ, ഖുർആന്റെ ഈ വക സംഗതികളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഇന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ചെയ്യേണ്ടത്, എനിക്കുള്ള കുടുംബ ബന്ധത്തെ ഞാനിനി മുറിയാതെ കൊണ്ട് നടക്കുമെന്നുള്ളതാണ്. കുടുംബബന്ധം മുറിയാതെ സൂക്ഷിക്കുക എന്നുള്ളത് തഖ്വയുടെ ഭാഗമാണെന്നാണ് സൂറത്തുൻ നിസായിലെ 1-ാമത്തെ ആയത്ത് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയത്. കുടുംബബന്ധം നിലനിർത്തുക എന്നുള്ളത് വിശുദ്ധ ഖുർആനും ഹദീസും ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് അത് ഈമാനിന്റെ ഭാഗമായിട്ടാണ്. പരലോകത്തെ ജയപരാജയങ്ങളോട് ബന്ധപ്പെടുത്തിയിട്ടാണ് നാഥൻ കുടുംബ ബന്ധത്തെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തന്നത്. സഹോദരങ്ങളെ, ഒരു സത്യവിശ്വാസിയുടെ ആത്യന്തികമായ ലക്ഷ്യം സ്വർഗം നേടിയെടുക്കുക എന്നുള്ളതാണല്ലോ. പക്ഷേ ഒരാൾ എത്ര തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്താലും കുടുംബബന്ധം മുറിച്ചവനാണെങ്കിൽ അവന് സ്വർഗം പ്രതീക്ഷിച്ചിട്ട് ഒരു കാര്യവുമില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനില് തിരുവചനങ്ങളില് അത് വളരെ കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഇസ്ലാമിക കാഴ്ചപ്പാടനുസരിച്ചിട്ട് വളരെ പ്രാധാന്യതയോടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന, ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയുന്നുണ്ട്. മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം പലരും അവരുടെ കുടുംബ ബന്ധങ്ങളില് ശരിയായ രീതിയിലല്ല മുമ്പോട്ട് പോകുന്നത്. മാതാപിതാക്കളോടുള്ള ബന്ധങ്ങൾ ശരിയാക്കാത്തവർ, സഹോദരങ്ങളോടുള്ള ബന്ധങ്ങൾ ശരിയായ നിലയ്ക്ക് കൊണ്ടു നടക്കാത്തവർ, മക്കളോടുള്ള ബന്ധങ്ങൾ ശരിയായ നിലക്ക് കൊണ്ടു നടക്കാത്തവർ, പിതാവും ഇതിനൊക്കെ അപ്പുറത്ത് പിതാവും മാതാവും വഴിയുള്ള ബന്ധം എന്നുള്ളത് ഒരു ചെറിയ ഒരു സംഗതിയല്ലല്ലോ. ഒരാൾക്ക് തന്റെ ഇണയോട് അല്ലെങ്കിൽ തന്റെ മക്കളോട്, തന്റെ മാതാപിതാക്കളോട്, തന്റെ സഹോദരങ്ങളോട് മാത്രമുള്ള ഒന്നല്ല ഈ കുടുംബം എന്നുള്ളത്. പിതാവിന്റെ വഴിക്കുള്ള ഏതൊക്കെ ബന്ധുക്കളുണ്ടോ അതൊക്കെ നമ്മുടെ കുടുംബ ബന്ധമാണ്. മാതാവിന്റെ വഴിക്കുള്ള ഏതൊക്കെ ബന്ധങ്ങളുണ്ടോ അതൊക്കെ നമ്മുടെ കുടുംബമാണ്. മക്കൾ വഴി, മക്കളുടെ വിവാഹത്തിലൂടെ രൂപപ്പെടുന്ന ഏതൊക്കെ ബന്ധങ്ങളുണ്ടോ അതൊക്കെ കുടുംബ ബന്ധങ്ങളാണ്. അപ്പോ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നമ്മളോട് പറഞ്ഞു തരുന്നത്, മനുഷ്യരെ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ കുടുംബം എന്നുള്ളത് നിങ്ങളും നിങ്ങളുടെ ഭാര്യയും മക്കളും മാത്രം അടങ്ങുന്നതല്ല, അല്ലെ മാതാപിതാക്കൾ മാത്രം അടങ്ങുന്നതല്ല, സഹോദരങ്ങൾ മാത്രം അടങ്ങുന്നതല്ല. വിവിധ വഴികളിലൂടെ അതിങ്ങനെ പടർന്നു കയറുകയാണ് എന്നർത്ഥം. ചെറുതും വലുതുമായ
ബന്ധങ്ങൾ നമ്മളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോ ഈ ഒരു ബന്ധത്തെ വളരെ താല്പര്യമെടുത്തുകൊണ്ട് തന്നെ അത് നിലനിർത്തി കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മളുടെ സ്വർഗമാണ് നഷ്ടപ്പെട്ടു പോവുക. ആളുകൾ പലപ്പോഴും കുടുംബബന്ധം മുറിക്കുന്നതിന് വലിയ കാരണങ്ങളൊന്നും പലരോടും അന്വേഷിക്കുമ്പോൾ ഉണ്ടാകാറില്ല. ചിലതൊക്കെ വളരെ ചെറിയ കാരണങ്ങളായിരിക്കും. ചെറിയ കാരണങ്ങൾ കൊണ്ട് തൽക്കാലത്തേക്ക് മിണ്ടാതായ നിന്നുപോയ മിണ്ടാട്ടം പിന്നെ ജീവിതത്തിൽ അവസാനം വരെയും മരിച്ചാൽ പോലും പിന്നെ കാണാൻ വരാത്ത തരത്തിലേക്കുള്ള കൊടിയ ശത്രുതയായി മാറുന്നുണ്ട്. അത് വളരെ സൂക്ഷിക്കണം. വിട്ടുവീഴ്ച ചെയ്തു വേണം വിഷയത്തിൽ മുമ്പോട്ട് പോകാൻ. നമ്മൾ വളരെ വിട്ടുവീഴ്ച നമ്മുടെ ജീവിതത്തിൽ ഈ കുടുംബബന്ധത്തിന്റെ വിഷയത്തിൽ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് പരാജയമാണ് അതുണ്ടാവുക. സത്യവിശ്വാസി ഏത് തരത്തിലാണ് കുടുംബബന്ധം നിലനിർത്തി കൊണ്ടുപോകേണ്ടതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരിക്കലൊരു സഹാബി നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, റസൂലേ, ഞാൻ എന്റെ കുടുംബക്കാരോട് അങ്ങോട്ട് ബന്ധപ്പെടുന്നുണ്ട്, പക്ഷെ അവരിങ്ങോട്ട് ആ സഹകരണം കാണിക്കുന്നില്ല. ഞാൻ അവരോടുള്ള ബന്ധം നിലനിർത്തി കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴൊക്കെ അവരെന്നോടുള്ള ബന്ധം മുറിച്ചുകൊണ്ടേയിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പ്രതികരിച്ചത്, എങ്കിൽ നീ അവരുടെ തലയിൽ തീ വാരിയിടുകയാണെന്നുള്ളതാണ്. അതായത് നിന്റെ പാത ശരിയാണ്, അവരാണ് നരകത്തിലേക്ക് പോകാൻ പോകുന്നത്. നീ ബന്ധം ഇണക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ, അവരാണല്ലോ ബന്ധം മുറിക്കുക. അതായത് നിന്നിലൂടെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ നരകത്തിലേക്ക് അടുക്കുന്ന പ്രവർത്തനാണെന്നുള്ളതാണ് ആ ഹദീസ് നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് എന്ത് വില കൊടുത്തിട്ടും തകർന്നു കിടക്കുന്ന മുറിഞ്ഞു കിടക്കുന്ന കുടുംബ ബന്ധങ്ങളെ കൂട്ടിയോജിപ്പിക്കാൻ സത്യവിശ്വാസികൾ ശ്രമിക്കണം. പലപ്പോഴും നമുക്കറിയാം, തെറ്റ് പലപ്പോഴും നമ്മളുടെ വശത്തായിരിക്കില്ല. പൊതുവെ ആളുകൾ ഈ തെറ്റ് നമ്മളുടെ വശത്താണെങ്കിൽ തന്നെയും നമ്മളൊക്കെ തെറ്റ് നമ്മളുടെ വശത്താണെന്ന് സമ്മതിച്ചു കൊടുക്കാത്തവരായിരിക്കും. നമുക്ക് നമ്മുടേതായ ന്യായീകരണങ്ങൾ ഉണ്ടാകും, അവർക്ക് അവരുടേതായ ന്യായീകരണങ്ങൾ ഉണ്ടാകും. നമ്മളുടെ വശത്തായിരിക്കും നമ്മൾ അന്വേഷിക്കുമ്പോഴത്തേക്കും ശരി. പക്ഷേ എങ്കിൽ പോലും അവിടെ ആ തെറ്റ് നമ്മുടെ വശത്താണ് എന്ന് സമ്മതിച്ചുകൊണ്ട് അവരുമായിട്ടുള്ള ബന്ധം നന്നാക്കാനാണ് ശ്രമിക്കേണ്ടത്. അറ്റുപോയ കണ്ണികളെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്ത് യോജിപ്പിക്കാനാണ് ഇസ്ലാം നമ്മളോട് കൽപ്പിക്കുന്നത്. ആ വിഷയത്തിൽ സമ്പൂർണ്ണ സൂക്ഷ്മത പാലിക്കണമെന്നാണ് നേരത്തെ ഞാൻ ഓതി വെച്ച ആയത്തിൽ അള്ളാഹു പറഞ്ഞത്. നിങ്ങൾ ഏത് അള്ളാഹുവിനെ മുൻനിർത്തിയിട്ടാണോ നിങ്ങളുടെ കാര്യങ്ങൾ പരസ്പരം ചോദിക്കുന്നത്, ആ നാഥനോട് നിങ്ങൾ തഖ്വയുള്ളവരാകണം. വൽ അർഹാമ, കുടുംബ ബന്ധങ്ങളുടെ വിഷയത്തിലും നിങ്ങൾ തഖ്വയുള്ളവരാകണം. അള്ളാഹുവിനോടുള്ള തഖ്വയെ അള്ളാഹു ചേർത്ത് പറഞ്ഞത് കുടുംബ ബന്ധങ്ങളോടുള്ള തഖ്വയെ അള്ളാഹു പറഞ്ഞിട്ടാണ്. അപ്പൊ ഈ രണ്ട് സംഗതിയും ഞാൻ ആദ്യം പറഞ്ഞു വെച്ചു. അള്ളാഹുവിനോടുള്ള തഖ്വ കൊണ്ട് മാത്രം നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. കുടുംബ ബന്ധുക്കളോടുള്ള തഖ്വയും കൂടി സമ്പൂർണമായി നമ്മൾ നിലനിർത്തി കൊണ്ടുപോകുമെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റൂ എന്നുള്ള സൂചനയാണ് ഈ ആയത്ത് നൽകുന്നത്. നാഥൻ അള്ളാഹുവിനോടുള്ള തഖ്വയും കുടുംബ ബന്ധുക്കളോടുള്ള തഖ്വയും യഥാവിധി നടപ്പിലാക്കി ആ വിഷയത്തിൽ സൂക്ഷ്മത പാലിച്ച് സ്വർഗം നേടിയെടുക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. ജീവിതത്തിലുടനീളം തഖ്വയും ഇഖ്ലാസും മുറുകെ പിടിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളിലും മുഖ്ലിസുകളിലും ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോടൊരു ഹദീസ് പറഞ്ഞു തരുന്നത് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി നിവേദനം ചെയ്ത ഒരു ഹദീസ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ആ ഹദീസ് ഇങ്ങനെ പറയുന്നു: ഇന്നർ റഹിമ ശിജ്നത്തും മിനർ റഹ്മാൻ. കുടുംബബന്ധം എന്നത്, റഹിം എന്ന വാക്ക് കുടുംബബന്ധം സൂചിപ്പിക്കുന്നതാണ്. റഹിം കുടുംബബന്ധം എന്നുള്ളത് ശിജ്നത്തും മിനർ റഹ്മാൻ, അത് അർ-റഹ്മാൻ പരമകാരുണികനായ അർ-റഹ്മാൻ അള്ളാഹുവിന്റെ ഒരു ഭാഗത്തിൽപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ റഹ്മാൻ എന്ന സംഗതി അള്ളാഹുവിന്റെ പേരാണ്. ഈ റഹ്മാനിൽ പെട്ടതാണ് ഈ റഹ്മ് എന്നുള്ളത്. രണ്ടും ഒരു ക്രിയാധാതുവിൽ നിന്നുണ്ടായതാണെന്ന് അർത്ഥം.
റഹ്മാൻ എന്നുള്ള പരമകാരുണികനായ അള്ളാഹുവിനെ സൂക്ഷിപ്പിക്കുന്ന റഹ്മാൻ വിശുദ്ധ ഖുർആനിലെ ആയത്തുണ്ട്. നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോ നിങ്ങൾ അള്ളാഹുവേ എന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് അർ-റഹ്മാനെ എന്നും പ്രാർത്ഥിക്കാം. നമ്മൾ പല തരത്തിൽ അള്ളാഹുവിന്റെ സിഫത്തുകൾ വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അള്ളാഹുവിന്റെ സിഫത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിഫത്താണ് അർ-റഹ്മാൻ എന്ന സിഫത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനി എന്ന് പറയുമ്പോൾ ബിസ്മിയിൽ പറയുന്ന റഹ്മാൻ. അപ്പൊ ഈ റഹ്മാൻ എന്ന പദത്തിൽ നിന്നിട്ടാണ് അള്ളാഹു റഹിം എന്ന പദം ഉണ്ടാക്കിയത്, കുടുംബ ബന്ധം എന്ന പദം. നമ്മൾ മലയാളത്തിൽ കുടുംബ ബന്ധം എന്ന് പറയുമെങ്കിലും അറബിയിൽ ഈ കുടുംബ ബന്ധം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്ക് റഹിം എന്ന വാക്കാണ്. ഈ റഹിം എന്ന വാക്ക് അർ-റഹ്മാൻ പരമകാരുണികൻ എന്ന പേരിൽ നിന്നും ഉണ്ടായ പേരെന്നാണ്. ഫഖാൽ അല്ലാഹ്, അതുകൊണ്ട് അല്ലാഹ് പറയാണ്, അള്ളാഹു കുടുംബ ബന്ധത്തോട് പറയാണ്, മൻ വസലക വസൽതുഹു, ആരാണോ നിന്നെ ചേർത്ത് നിർത്തുന്നത്, കുടുംബ ബന്ധമേ ആരാണോ നിന്നെ ചേർത്ത് നിർത്തുന്നത്, ആരാണോ കുടുംബ ബന്ധം പാലിക്കുന്നത്, വസൽതുഹു, ഞാൻ അവനെ ചേർത്ത് നിർത്തും. ഇത് സ്വഹീഹായ ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ആരാണോ കുടുംബ ബന്ധം ചേർത്ത് നിർത്തുന്നത്, ഞാൻ അവനെ ചേർത്ത് നിർത്തും. ഒമൻ ഖതഅക, റഹിമേ കുടുംബ ബന്ധമേ ആരാണോ നിന്നെ മുറിക്കുന്നത്, കുടുംബ ബന്ധം മുറിക്കുന്നവനോട് അല്ലാഹു പറഞ്ഞു, അവനെ സംബന്ധിച്ച് അള്ളാഹു കുടുംബ ബന്ധത്തോട് പറയാണ്, ഖതഅ്തുഹു, അവനെ ഞാനും അകറ്റിക്കളയും. അപ്പൊ അള്ളാഹുവിനോടുള്ള അടുപ്പം നമുക്ക് വേണമെങ്കിൽ ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത് കുടുംബ ബന്ധം നിലനിർത്തിക്കൊണ്ടു പോകണം എന്നുള്ളതാണ്. അള്ളാഹുവിനോടുള്ള ബന്ധം അറ്റ് കളയാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ വളരെ എളുപ്പമുള്ള പണിയാണ് കുടുംബ ബന്ധുക്കളെ അകറ്റി നിർത്തിയാൽ മതി എന്നുള്ളതാണ്. ഈ ലോകത്തും പരലോകത്തുമൊക്കെ നമുക്ക് വിജയിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യമില്ലാതെ പറ്റില്ലല്ലോ. ഇത് പരലോകത്തേക്ക് വേണ്ടി മാത്രമുള്ള സംഗതിയല്ല. അള്ളാഹുവിന്റെ റഹ്മത്ത് നമ്മൾക്ക് ഇവിടെയും കിട്ടണം, അവിടെയും കിട്ടണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്തിന്റെ അർത്ഥം നമ്മൾ പണ്ട് പഠിച്ചത് എങ്ങനെയാണ്? ഇഹലോകത്തും പരലോകത്തും അള്ളാഹുവിനെ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും കരുണ ചെയ്യുന്നവനാണ് അള്ളാഹു. അപ്പൊ ഇഹലോകത്തും പരലോകത്തും ഇവിടെയും നമുക്ക് അള്ളാഹിന്റെ കരുണ കിട്ടേണ്ടതുണ്ട്. നമ്മുടെ കച്ചവടം അഭിവൃദ്ധിപ്പെടേണ്ടതുണ്ട്, നമ്മുടെ അറിവ് ഫലപ്പെടേണ്ടതുണ്ട്, നമ്മൾ നേടിയെടുത്ത വിദ്യ നമ്മുടെ ഭാവി ജീവിതത്തിൽ നമ്മളെ തുണക്കേണ്ടതുണ്ട്. ഇതൊക്കെ കരുണയുടെ കരുണയുടെ ഭാഗമാണ്. അപ്പൊ ആ കരുണ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ, നമുക്ക് കിട്ടണമെങ്കിൽ ഇവിടെ കുടുംബ ബന്ധങ്ങളെ ചേർത്തു പിടിക്കണം എന്നർത്ഥം. കുടുംബ ബന്ധങ്ങളെ അകറ്റുകയാണെങ്കിൽ ഈ ലോകത്ത് നമുക്ക് കരുണ ലഭിക്കാതെ പോകും, അനുഗ്രഹങ്ങൾ ലഭിക്കാതെ പോകും. ഈ ലോകം നമുക്കെന്നും തകർച്ചയുടേതായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു ഹദീസും കൂടെ ഇങ്ങനെ പറയുന്നുണ്ട്, കുടുംബ ബന്ധം മുറിച്ചയാളുടെ കൂട്ടത്തിലേക്ക് കാരുണ്യം ഇറങ്ങുകയില്ല. നേരത്തെ പറഞ്ഞ ഹദീസിന്റെ അതേപോലത്തെ ഹദീസാണ്. കുടുംബ ബന്ധം മുറിച്ചവന്റെ കൂട്ടത്തിലേക്ക് കാരുണ്യം ഇറങ്ങുകയില്ല. വലിയൊരു പാപമാണ് ഈ ബന്ധം മുറിച്ചു കളയുക എന്നുള്ളത്. അവന്റെ സൽക്കർമ്മങ്ങൾ പോലും സ്വീകരിക്കില്ല എന്നുള്ളതാണ്. കുടുംബ ബന്ധം മുറിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഗുരുതരമായ അതിന്റെ ഭവിഷ്യത്ത് ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇന്ന അഅമാല ബനി ആദം തുറദു കുല്ല ഖംസി ലൈലത്തുൽ ജുമുഅ, എല്ലാ മനുഷ്യരുടെയും കർമ്മങ്ങൾ വെള്ളിയാഴ്ച രാത്രി, വ്യാഴാഴ്ച വൈകുന്നേരമാണ് ആകാശത്തേക്ക് ഉയർത്തപ്പെടുക. അപ്പൊ ഇന്നലെയൊക്കെ വൈകുന്നേരം, ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ, ഇന്നലെ രാത്രി നമ്മുടെയൊക്കെ കർമ്മങ്ങൾ ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടിട്ടുണ്ട്. ഒരാഴ്ചത്തെ കർമ്മങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. തിങ്കളാഴ്ച ഉയർത്തപ്പെടുന്ന ഒരു ദിവസമാണ് വേറൊരു ഹദീസിൽ കാണാം. ഒന്നുകിൽ തിങ്കൾ അല്ലെങ്കിൽ തിങ്കളും വ്യാഴവും. അപ്പൊ ഈ വ്യാഴാഴ്ച രാത്രി സമയത്ത് ഇങ്ങനെ വാൻലോകത്തേക്ക് നമ്മളുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുമ്പോ വാൻലോകത്തിന്റെ കവാടങ്ങൾ എല്ലാവരുടെയും കർമ്മങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കപ്പെടുകയില്ല. ഫലാ യുഖ്ബലു അമലു ഖാതി റഹം. അങ്ങനെ വരുമ്പോ കുടുംബബന്ധം മുറിച്ചവന്റെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുകയില്ല. ഇത്ര കാലമായിട്ട് കുടുംബ ബന്ധുക്കളോട് പകയും കൊണ്ട് നടക്കുന്ന മനുഷ്യന്മാരുടെ കർമ്മങ്ങൾ വാനലോകത്തിന്റെ കവാടത്തിന് അപ്പുറത്തേക്ക് കടക്കാതെ അവിടെ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ് എന്നർത്ഥം. വളരെ ഗുരുതരമായ സംഗതിയാണ്. ഇപ്പൊ നമുക്ക് വന്നു പെട്ടിട്ടുള്ളത് ഒരു അവധിക്കാലാണ്. ഇപ്പൊ സ്കൂളൊക്കെ അടച്ചു, കുട്ടികളുടെ പഠനവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണല്ലോ എന്നും നമ്മൾ പലപ്പോഴും ബന്ധു സന്ദർശനങ്ങള് മുടക്കുന്നതും എല്ലാം മാറ്റിവെക്കുന്നത്. കുട്ടികളെയും കൂട്ടിയിട്ട് കുടുംബക്കാരുടെ വീടുകളിലേക്കൊന്ന് പോയി സഹോദരങ്ങളുടെ വീട് കണ്ടിട്ട് ദിവസങ്ങളായിട്ടുണ്ടാവും, പലപ്പോഴും പെങ്ങളുടെ വീട് കണ്ടിട്ട് പലപ്പോഴും ആഴ്ചകളും മാസങ്ങളായിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടാവും. കുറെ ബന്ധുക്കളെ നോക്കുമ്പോഴത്തേക്കും ഏതോ കാരണത്താൽ, നിസ്സാരമായ കാരണത്തിന്റെ പേരിലായിരിക്കും പലപ്പോഴും നമ്മൾ ബന്ധം മുറിച്ചത്. ഒന്നും ആലോചിക്കേണ്ട, എല്ലാരെയും കൂടെ കൂട്ടിയിട്ട് ഈ സമയത്ത് എന്ത് ചെയ്യുക, കഴിയുന്നത്ര നമ്മൾ ബന്ധം അങ്ങ് പുതുക്കട്ടെ, അങ്ങനെ തെളിരിട്ട് വരട്ടെ വീണ്ടും നമ്മളുടെ ബന്ധം.
ബന്ധം എങ്ങനെ തളിരിട്ട് വരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയില് ഇസ്ലാമിക പ്രബോധനവുമായി രംഗത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും മക്കക്കാരോട് പറയുന്നൊരു വാക്കുണ്ട്. മക്കക്കാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സന്ദേശത്തെ തള്ളിക്കളഞ്ഞ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് അവരോട്, അബുല്ലു, ഞാൻ നനച്ചുകൊണ്ടുവരും നിങ്ങളും ഞാനുമായിട്ടുള്ള എന്റെ ബന്ധത്തെ. അള്ളാഹുവിന്റെ റസൂലിന്റെ മുതാപ്പ പിന്നിൽ നടന്നുകൊണ്ട് ഇവൻ കള്ളനാണ്, മാരണക്കാരനാണ്, കൊള്ളരുതാത്തവനാണ് എന്ന് പിന്നാലെ നടന്ന് വിളിച്ചു പറയുന്ന സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികളോട് മൊത്തത്തിൽ പറയുന്നത്, ഞാനും നിങ്ങളും തമ്മിലൊരു ബന്ധമുണ്ട്, കുടുംബത്തിന്റെ ഒരു ബന്ധം. ആ ബന്ധത്തെ മുറിക്കാനല്ല ഞാൻ വന്നത്. ആദർശപരമായിട്ട് നമ്മൾ തമ്മിൽ ഭിന്നതയുണ്ടെങ്കിലും നമ്മൾ തമ്മിലുള്ള കുടുംബ ബന്ധത്തെ ഞാൻ വെള്ളമൊഴിച്ച് നനച്ചു കൊണ്ടുവരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ആദർശപരമായ തർക്കങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ, പല ഇസങ്ങള്, പല രാഷ്ട്രീയം, പല പാർട്ടി, പല സംവിധാനങ്ങൾ, ഇതൊക്കെ അവിടെ ഉണ്ടാകും. പക്ഷെ കുടുംബങ്ങളൊന്നാവട്ടെ. കുടുംബങ്ങളൊന്നായി മനസ്സുകളൊന്നാകുമ്പോഴാണ് നമ്മുടെ സൽക്കർമ്മങ്ങൾ വാനലോകത്തേക്ക് ഉയരുക. അപ്പോഴാണ് നമ്മുടെ ആദർശവും അതിലൂടെ നന്നാവുക. നന്മകൾ സ്വീകരിക്കപ്പെടുന്നതനുസരിച്ച് അള്ളാഹു കൂടുതൽ നന്മകളിലേക്ക് നമുക്ക് അവസരം തരും എന്നുള്ളതാണല്ലോ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ചുരുക്കി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അള്ളാഹുവെ, ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളുടെ പവിത്രത ശരിയായ നിലക്ക് പാലിക്കാനുള്ള തൗഫീക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ അള്ളാഹുവെ. ചെറിയ ചെറിയ കാരണങ്ങളുടെ പേരിൽ ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ മുറിച്ചിട്ടുണ്ടാവാം. പടച്ചവനെ, നീ അതിനെ ഒരുമിച്ച് കൂട്ടി തരണമേ നാഥാ. ഇനിയും ആളുകൾ തമ്മിൽ ഇങ്ങനെ പിണങ്ങാതെ ഐക്യത്തിൽ മുമ്പോട്ട് പോകാൻ പ്രതിസന്ധിയുടെ ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങൾ ഐക്യപ്പെടേണ്ടതുണ്ട്, നാട് ഐക്യപ്പെടേണ്ടതുണ്ട്, സമൂഹം ഐക്യപ്പെടേണ്ടതുണ്ട്. ഐക്യവും സ്വരുമയും നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ അള്ളാഹുവേ. പടച്ചോനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളായ പല ആളുകളുമുണ്ട്. പ്രാർത്ഥനയ്ക്ക് വസിയത്ത് ചെയ്തവർ. എല്ലാവരുടെയും രോഗവിവരങ്ങൾ യഥാർത്ഥത്തിൽ അറിയുന്നവൻ നീയാണ്, ശമനം കൊടുക്കാൻ കഴിയുന്നതും നീയാണ്. അള്ളാഹുവേ, അവർക്ക് നീ ആയിരാരോഗ്യം നൽകി അനുഗ്രഹിക്കണമേ നാഥാ. ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായ പല ആളുകളുമുണ്ട്. അള്ളാഹുവേ, നീ എല്ലാവർക്കും പുറത്തു കൊടുക്കണമേ നാഥാ. ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ അള്ളാഹുവേ. ഇസ്ലാമിക മൂല്യങ്ങൾ പിച്ചിച്ചീന്തി നടക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ആ ഒരു രീതിയിൽ നീ ഞങ്ങളുടെ മക്കളെ ആക്കല്ലേ നാഥാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم إنا نعوذ بك من فتنة القبر ومن عذاب القبر ومن عذاب النار ونسألك الفردوس الأعلى. وصلى اللهم وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين. أقم الصلاة.